പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഇതേ സമയത്ത് 2 ജീവനുകൾ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളാണ് ചാത്തങ്ങാട് ബീച്ചിലെ. ഇവരുടെ കൂടെ വേറെ 3 പേരും കൂടി ഉണ്ടായിരുന്നു. അവര് ഇന്നെത്താൻ സാധിച്ചില്ല. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതാണ് നസീർ, ഒരാളെ നീന്തി രക്ഷപ്പെടുത്തിയ നസീറാണത്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? രണ്ടാള് അവർക്ക് കാര്യപ്പെട്ടു അങ്ങനെ അറവായിട്ട് ഓടി ഒരാളെ ഞാൻ ആദ്യം ഇറങ്ങി, അതിന്റെ പുറകെ വിജു ഇറങ്ങി, അങ്ങനെ രണ്ടുപേരും രക്ഷപ്പെട്ടിയാണ്. ഒരാളെ മൂടോട്ടിക്കാണ് പോയി രക്ഷപ്പെട്ടത്. മൂടോട്ടിയിലുള്ള ആളുകളാണത്. തീർച്ചയായിട്ടും എന്താണ് നല്ല സംഭവം, എന്താ സംഭവിച്ചത്? ഞങ്ങള് പള്ളിയിലെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനൊക്കെ ഉണ്ടായിരുന്ന വഞ്ചി കളണം ഒരാൾ പടിഞ്ഞാറിലൊക്കെ കാര്യപ്പെട്ട് കിടക്കുന്നു. ഞങ്ങൾ വഞ്ചിയിൽ ചെന്ന് 4 പേരുണ്ടായിരുന്നു. 4 പേരോട് പോയി വളരെ രക്ഷിച്ചിട്ടുണ്ടോന്നു. ഇത് തുടർച്ചയായിട്ടുണ്ടാകുന്ന സംഭവങ്ങളാണ്. നമ്മളിവിടെ വന്ന് വിനോദസഞ്ചാരികൾ വന്നിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിനോദത്തിന് വന്നാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാനാണ് കടലിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഒരു മിക്കവരും മദ്യം കഴിച്ചുകൊണ്ടൊന്നും കടലുണ്ട്. അവരോട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളാരാണ് മറ്റാണെന്ന് പറഞ്ഞത്. ഞങ്ങളവിടെ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ഈ വന്ന ദുരിതം അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പലരും കടലിലേക്ക് ഒഴുകി പോയിട്ട് 2-3 ദിവസമൊക്കെ കാത്തിരുന്നാണ് അതിന്റെ ബോഡി വരെ കിട്ടുന്നത്. അത് അനുഭവസ്ഥരാണ് നമ്മൾ. ഞങ്ങള് ഈ പയ്യനെ കിട്ടിയെന്ന് പറഞ്ഞാൽ കരിമ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്രളയം ഉണ്ടായിരുന്നപ്പോ 2 ദിവസം കരിമ്പാടം SN സ്കൂളിൽ നിന്ന് 2 തലയുടെ മുകളിൽ നിന്ന് വരെയും ആളെ ഇറക്കിയ വഞ്ചി തന്നെയാണ് ഈ പോയി മൂടോട്ടിയാണ് ഈ ചെക്കനെ രക്ഷിച്ചത്. ഞങ്ങൾ തന്നെയായിരുന്നു. എന്നാലും ഒരു ദൂരം പറഞ്ഞാലും ഇവിടെ വന്ന സൈലന്റ് ആയി കിടക്കുന്ന സമയത്തും താരുവടി എന്ന് പറയുന്ന സംഭവം ചൂടി പുറത്തെ ചുഴിയുന്ന പറയുള്ളൂ. എന്നാൽ താരുവടി എന്നാ പറയുള്ളൂ. അതിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നീന്തി രക്ഷപ്പെടാനായിട്ട് ഒത്തിരി ഉണ്ടാവുള്ളൂ. നമ്മളെ എത്തൂല, നീന്തൽ എത്തൂല. അപ്പൊ ആ തരത്തില് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് രക്ഷ പോണ ആൾക്കാരും ഡേഞ്ചറാണ്. അപ്പൊ നമ്മൾ മത്സ്യത്തൊഴിലാളിയായ ഞങ്ങൾ ഇത് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ മാത്രം ഞങ്ങൾ നമ്മുടെ ജീവൻ നമ്മൾ നോക്കാതെ പോയ ഇന്നലെ കുറെ പേര് പറഞ്ഞു നസീർക്കെടുത്ത് ചാടിയത് അപകടത്തിലേക്കാണ് അതവര് വന്നവര് മനസ്സിലാക്കണം. പറയുമ്പോ അവര് നമ്മളെ എതിർക്കുകയും ചെയ്യണം. നമുക്ക് പോസ്റ്റുകാരാണ് അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു വിഷയമില്ല. ഇനി ഞങ്ങൾ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ നസീർ ഇറങ്ങിയ ചെക്കനാണ്. അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വഞ്ചിക്ക് എടുത്തത്. പിന്നെ അവനെ രക്ഷിക്കാൻ വേണ്ടി മറ്റവൻ ചാടിയാണ്. അവൻ പണിക്ക് അവനെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ മുൻകൂട്ടില്ല. അവനും ഈ പറഞ്ഞ 2 മിനിറ്റ് കഴിയെങ്കിൽ അവനും ഇപ്പൊ എന്താ ഒരു സ്റ്റേജ് എന്താ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി? പോലീസുകാരൊന്നല്ലേ? മറ്റേ പയ്യന് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ പറഞ്ഞാൽ എന്താ പറയാ, എന്തോരം പറഞ്ഞാലും മതിയാവില്ല. കാരണം 2 ജീവനുകളാണ് രക്ഷപ്പെടുത്തിയത്. അപ്പോ ഇനി പറയാണ്ടില്ലേ, കടലിൽ പോലും ആളുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ മുറ്റുവരെ വെള്ളമുള്ളെങ്കിൽ പോലും ശക്തമായിട്ടുള്ള ഒഴുക്ക് വരുമ്പോ ഇങ്ങനെ